എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനയിൽ ഇന്ന് മഹാശിവഭക്തനായ മാർക്കണ്ഡേയൻ്റെ കഥ പറയാട്ടോ. മാർക്കണ്ഡേയൻ്റെ കഥ പറയുമ്പോൾ എനിക്ക് നമ്മുടെ വിഷ്ണു ഭക്തനായ പ്രഹ്ലാദനെ കൂടി ഓർമ്മ വരും. കാരണം രണ്ടും മഹാഭക്തരായിരുന്നു, കുട്ടികളായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് മാർക്കണ്ഡേയൻ്റെ കഥ പറയാട്ടോ. പ്രഹ്ലാദൻ്റെ കഥ പിന്നീട് ഒരിക്കൽ പറയാം. മൃഗണ്ഡ മഹർഷിക്കും ഭാര്യയ്ക്കും കുട്ടികളില്ലാതെ വിഷമിച്ചുകൊണ്ടേയിരുന്നു. അവരാണെങ്കിൽ ശിവഭക്തരായിരുന്നു. ഒടുവിൽ അവർ ശിവഭഗവാനെ തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. എല്ലാം അറിയുന്ന ഭഗവാനെ, അങ്ങയ്ക്കറിയില്ലേ ഞങ്ങൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് മക്കൾ നൽകാൻ ശിവഭഗവാൻ ഒരു ഉപായം വച്ചു. ബുദ്ധിമാന്ദ്യമുള്ള ദീർഘായുസ്സുള്ള കുട്ടിയെ വേണോ, അതോ ജ്ഞാനിയും ധർമ്മിഷ്ഠനുമായ 16 വയസ്സ് മാത്രം ജീവിക്കുന്ന കുട്ടിയെ വേണോ എന്ന് ചോദിച്ചു. മഹർഷി പറഞ്ഞു, ഭഗവാനെ, ബുദ്ധിമാന്ദ്യം ഉള്ള കുട്ടിയേക്കാൾ നല്ലത് ഞങ്ങൾക്ക് ധർമ്മിഷ്ഠനും ജ്ഞാനിയുമായ കുട്ടിയെയാണ്. അതിനനുഗ്രഹം തന്നാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ശിവൻ അവർക്ക് അനുഗ്രഹം കൊടുത്തു. അങ്ങനെ അവർക്ക് ഒരു ഉണ്ണി പിറന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ണി മഹാഭക്തനായിരുന്നു. എല്ലാ ജ്ഞാനങ്ങളും കൈവശമാക്കി. എന്നാൽ ഓരോ ദിവസം ചെല്ലും തോറും മൃഗണ്ഡ മഹർഷിയും പത്നിയും വളരെ ദുഃഖിതരായി. ഭഗവാനെ മുറുകെ പിടിച്ച് അവർ മന്ത്രങ്ങളും സ്തോത്രങ്ങളും എല്ലാം ചൊല്ലിത്തുടങ്ങി. ഇത് കണ്ട കുട്ടി ചോദിച്ചു, എന്താണ് ദുഃഖത്തിന് കാരണം? അങ്ങനെ മഹർഷി പറഞ്ഞു, 16 വയസ്സ് വരെ മാത്രമേ ഉണ്ണിക്ക് ആയുസ്സുള്ളൂ എന്ന്. ഉണ്ണി എന്നാൽ അതിലൊന്നും ഭയന്നില്ല. ഉണ്ണി പറഞ്ഞു, ഞാൻ ഭഗവാന്റെ ഭക്തനാണ്, എനിക്കൊരാപത്തും വരില്ല. ഇത് ചിന്തിച്ച് എൻ്റെ പിതാവും മാതാവും ഒരിക്കലും വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. കാലം കടന്നുപോയി. അങ്ങനെ 16 വയസ്സ് തികയുന്ന ദിവസം എത്തി. കാലൻ തൻ്റെ വാഹനത്തിൻ്റെ പുറത്ത് പാശവുമായി എത്തി. മാർക്കണ്ഡേയൻ ഭഗവാൻ തൻ്റെ ജീവനായ ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഇതിലൊന്നും കാത്തു നിൽക്കാതെ കാലൻ തൻ്റെ പാശം മാർക്കണ്ഡേയന് നേരെ എറിഞ്ഞു. തൻ്റെ ഭഗവാനെ വാരിപ്പുണർന്ന് മന്ത്രം ചൊല്ലുന്ന മാർക്കണ്ഡേയൻ്റെ ശരീരത്തിലും കൂടെ ശിവലിംഗത്തിലും പാശം ഉടക്കി. എന്നാൽ തൻ്റെ ഭക്തനെയും തന്നെയും കയറിട്ട് വലിക്കുന്ന കാലനോട് ക്ഷമിക്കാൻ ഭഗവാനായില്ല. ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ ശൂലം കൊണ്ട് കാലനെ എറിഞ്ഞു. തൻ്റെ പരമഭക്തനായ മാർക്കണ്ഡേയനെ എഴുന്നേൽപ്പിച്ചു. പരമമായ ഭക്തിയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ധർമ്മിഷ്ഠനും ജ്ഞാനിയുമായ മാർക്കണ്ഡേയൻ വെറും 16 വയസ്സ് വരെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും തൻ്റെ കഠിനമായ ഭക്തി കൊണ്ട് സാക്ഷാൽ പരമേശ്വരനെ മുറുകെ പിടിച്ചു. ഭക്തിയുടെ ആഴത്തെക്കുറിച്ചാണ് മാർക്കണ്ഡേയൻ്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭക്തി എന്നും നന്മയിലേക്ക് നയിക്കട്ടെ. നമ്മുടെ ഭക്തി എന്നും നല്ലതിന് വേണ്ടി മാത്രമായിരിക്കട്ടെ. ആഗ്രഹങ്ങൾ നേടാനും നമ്മൾക്ക് സമ്പാദ്യങ്ങൾ നേടാനും മാത്രമുള്ള ഒരു ഉപായമായി മാത്രം ഭക്തിയെ കാണാതെ നമ്മുടെ മനസുഖം, നമ്മൾ എന്തു നമുക്കുണ്ടോ അതിൽ തൃപ്തി വരുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ലഭിക്കാനും, നമുക്ക് ജ്ഞാനം ലഭിക്കാനും, നമുക്ക് ശാന്തി ലഭിക്കാനും നമുക്ക് ഭക്തിയെ ആശ്രയിക്കാം. അടുത്ത ഒരു കഥയുമായി പ്രിയപ്പെട്ടവരുടെ മുന്നിൽ ഞാൻ വരാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു.